സംസ്ഥാനത്തെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നായ ആറന്മുളയിൽ ഇത്തവണ പോരാട്ടം കനക്കും. വികസന തുടർച്ച എന്ന മുദ്രാവാക്യവുമായി മന്ത്രി വീണ ജോർജ് മൂന്നാം അംഗത്തിന് ഇറങ്ങുകയാണ്. അതേസമയം യുവത്വത്തിന്റെ കരുത്തിൽ അബിൻ വർക്കിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFും ലക്ഷ്യമിടുന്നു. എന്നാൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നേതാവായ കുമ്മനം രാജശേഖരനെ തന്നെ കളത്തിലിറക്കി അട്ടിമറി വിജയത്തിനാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭൂമിയിൽ പോരാട്ടം കനക്കുകയാണ്. 2016 UDFിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം 2021 16,796 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തിയ വീണ ജോർജിന് ഇത് അഭിമാന പോരാട്ടമാണ്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വീണ ജോർജ് ജനവിധി തേടുന്നത്. പത്തനംതിട്ട തന്റെ ജന്മനാടാണെന്നും നാട്ടുകാർ തന്നെ കരുതലോടെ ചേർത്തു പിടിക്കുന്നുണ്ടെന്നുമാണ് വീണയുടെ പക്ഷം. വികസന നായിക എന്ന പ്രതിച്ഛായ ജനങ്ങളിലെത്തിക്കാൻ ഇടതു ക്യാമ്പ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആറന്മുളയെ വീണ്ടും കൈപ്പിടിയിലൊതുക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് യുവനേതാവ് അബിൻ വർക്കിയെയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് UDF സ്ഥാനാർത്ഥിയായി പാർട്ടി അബിൻ വർക്കിയുടെ പേര് പ്രഖ്യാപിച്ചത്. യുവ വോട്ടർമാരെ സ്വാധീനിക്കാനും മണ്ഡലത്തിൽ പുതിയൊരു ഊർജം കൊണ്ടുവരാനും അബിനിലൂടെ സാധിക്കുമെന്ന് UDF വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും നിർമ്മാണം പൂർത്തീകരിക്കാത്ത പദ്ധതികളും മുൻനിർത്തിയാണ് UDFിന്റെ പ്രചരണം. ഇവർക്കിടയിലേക്കാണ് BJP തങ്ങളുടെ ഭീഷ്മാചാര്യൻ കുമ്മനം രാജശേഖരനെ ഇറക്കിയിരിക്കുന്നത്. ആറന്മുളയുടെ മണ്ണും മനസ്സും പമ്പാ നദിയോളം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ മുന്നിൽ നിന്ന പോരാളി എന്ന പരിവേഷവുമായാണ് കുമ്മനം രാജശേഖരൻ ഇത്തവണ ജനവിധി തേടുന്നത്. ആറന്മുളയുടെ പ്രകൃതിയെയും പൈതൃകത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ജനകീയ ഇടപെടലുകൾ ഇന്നും വോട്ടർമാരുടെ ഉള്ളിലുണ്ട്. മണ്ഡലത്തോടുള്ള ഈ ആത്മബന്ധം BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ശബരിമല വിഷയവും വിശ്വാസ സംരക്ഷണവും BJP ഇവിടെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. BJP A ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിൽ വിജയിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല. മൂന്ന് മുന്നണികളും പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞു. എല്ലാവർക്കും പറയാൻ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെയുണ്ട്. പള്ളിയോടങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്തവണ ആരാകും നിയമസഭയിലേക്ക് വഞ്ചിതൊഴിയുക എന്നത് മാത്രമാണ് പ്രവചനാതീതം. അമൃത ന്യൂസ്, പത്തനംതിട്ട.